ഹലോ ഗൈസ്, അപ്പം മാമനും പിള്ളേരും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മളിതിൽ വിയറ്റ്നാം വരാലിനെ വളർത്താൻ പോവാണ്. നമ്മൾ ഈ ടാങ്കിൽ പണ്ട് നമ്മൾ ഫിലോപ്പിയനൊക്കെ വളർത്തി സക്സസ് ആയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ പഴയ ടാർപോളിനാണ്. ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് 390 GSM ടാർപോളിനാണ്. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ലീക്ക് വരാൻ സാധ്യതയില്ല. അതാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യണത്. അങ്ങനെ നമ്മൾ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ടാങ്കിന്. നമുക്ക് ടാർപോളിനൊക്കെ ഇട്ട് അതിൽ വെള്ളം ഫില്ല് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ എന്താ ഈ ചെടിച്ചട്ടികളും കാര്യമൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇനി വെള്ളം കയറി കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പം നമ്മുടെ ടാർപോളിന് ലോഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് താവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ചെടിച്ചട്ടികളും കാര്യമൊക്കെ മേലെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ഡെക്കറേഷനൊക്കെ പോലെ. ഇനി നമുക്കിതിൽ വെള്ളം മൊത്തം ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഒരു ദിവസം വെക്കാം. വെള്ളത്തിൻ്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ pH കാര്യങ്ങളും ഞാൻ നോക്കണില്ല, കാരണം ഞാൻ കഴിഞ്ഞ വട്ടം pH ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ വെള്ളത്തിന്. അപ്പോൾ ഇത്തവണ ഞാൻ pH കാര്യങ്ങളൊന്നും നോക്കണില്ല. ജസ്റ്റ് വെള്ളം നമുക്ക് ഒരു ദിവസം നിറച്ച് വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം നോക്കാം എന്താ അവസ്ഥ. എന്നിട്ട് വേണമെങ്കിൽ വെള്ളം മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. അങ്ങനെ പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വെള്ളം നമുക്ക് ഈ മീന് പറ്റിയ വെള്ളമല്ലാന്ന്. കാരണം നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഭയങ്കര കൊഴുപ്പും കാര്യങ്ങളൊക്കെ വെള്ളമായ കാരണം കൊണ്ട് നമ്മൾ ഈ വെള്ളം ചേഞ്ച് ചെയ്ത് വേറെ നല്ല വെള്ളം നിറച്ചു. അങ്ങനെ നമ്മൾ മരത്താഗ്രയിൽ നിന്ന് വാങ്ങി 50 വിയറ്റ്നാം വരാലിൻ്റെ കുട്ടികളെ നമ്മളിതിലിട്ടു. കുട്ടികളൊക്കെ ഞാൻ നോക്കി വാങ്ങിയത് കേട്ടോ. നമ്മൾ ഈ ചെറിയ തവളപ്പൊട്ടുകളുടെ പോലത്തെ കുട്ടികളിലെ തല മാത്രം വലുതായിട്ട് അങ്ങനെയൊന്നും എടുക്കരുത്. ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളെ നോക്കി എടുക്കുക. ഒക്കെ നമ്മൾ ഈ പെല്ലറ്റ് ഫീഡൊക്കെ കൊടുത്ത് ട്രെയിൻ ചെയ്ത കുട്ടികളാണ് എല്ലാതും. അപ്പോൾ വലിയ സീനുകളൊന്നുമില്ല. ഞാൻ നോക്കിയപ്പോൾ അതിൽ ഞാൻ കൊണ്ടുവരുമ്പോൾ ഒരെണ്ണം മാത്രം ചത്തുണ്ടായിരുന്നു. ബാക്കി ഇപ്പോൾ ഇതിൽ 49 എണ്ണത്തിലുണ്ട്. അങ്ങനെ ഞാൻ പെല്ലറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നു. അതിന് ഓരോ സ്റ്റേജിലും ഓരോ പെല്ലറ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്റ്റേജിൽ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പെല്ലറ്റൊക്കെ വാങ്ങിക്കൊടുന്നു. അങ്ങനെ ഞാൻ ഒരു മാസത്തിന് ശേഷം വർക്കൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നിങ്ങൾ കാണണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും ജസ്റ്റ് ചെറിയൊരു നിഴൽ പോലെയും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം എൻ്റെ ഒരു കൈപ്പത്തിയുടെ അത്ര നീളം വെച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയാണ് എനിക്ക് തോന്നി. കാരണം ഇതൊരു 3 മാസം ആകുമ്പോഴേക്കും എന്തായാലും വിളവെടുപ്പിനുള്ള ഒരു ടൈം ആവും. കാരണം ഇപ്പം തന്നെ ഒരു മാസം കൊണ്ട് തന്നെ ഏകദേശം നമുക്ക് എൻ്റെ ഒരു കൈപ്പത്തിന് അത്രയായി.